ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. ജൂലൈ 5 ആണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 21. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്? ഉത്തരം 1083 മകരം 8. 1083 മകരം 8 ബഷീർ ജനിച്ചത്. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലായിരുന്നു ബഷീർ ജനിച്ചത്. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. കായി അബ്ദുറഹ്മാൻ എന്നാണ് ബഷീറിന്റെ പിതാവിന്റെ പേര്. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. കുഞ്ഞാത്തുമ്മ എന്നായിരുന്നു ബഷീറിന്റെ മാതാവിന്റെ പേര്. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ് കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയവ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ട്. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീറിന്റെ സഹോദരങ്ങളുടെ പേരുകളാണ് അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. 1958 ബഷീർ വിവാഹിതനായത്. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിനയും അനീസും. ഷാഹിനയും അനീസും ആണ് ബഷീറിന്റെ മക്കൾ. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം ടാറ്റ. ടാറ്റ എന്നായിരുന്നു ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം വയലാലിൽ വീട്ടിൽ. 1962. 1958 വിവാഹം കഴിഞ്ഞ ബഷീർ 1962 ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലേക്ക് താമസം മാറ്റുകയുണ്ടായി. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ. ബഷീറിന്റെ ഭാര്യയുടെ പേരായിരുന്നു ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ. ഫാബി ബഷീറിന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ എടിയെ എന്നത് ഫാബി ബഷീറിന്റെ ആത്മകഥയാണ്.
ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. തങ്കം എന്നായിരുന്നു ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര്. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ജയകേസരി. ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനമായിരുന്നു ബഷീറിന്റെ ആദ്യത്തെ കൃതി. എന്നാൽ ആദ്യത്തെ കഥയാണ് തങ്കം. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത്. ബഷീറിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ജീവിത നിഴൽപ്പാടുകൾ എന്നതായിരുന്നു ബഷീറിന്റെ ആദ്യ നോവലിന്റെ പേര്. എന്നാൽ ബഷീറിന്റെ ആദ്യത്തെ കൃതി പ്രേമലേഖനമായിരുന്നു. ബഷീറിന്റെ ആദ്യത്തെ കഥ തങ്കമാണ്. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്നതാണ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറഫ്. EM അഷറഫ് ആണ് ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതി രചിച്ചത്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. സോജ രാജകുമാരി എന്ന ഗാനമായിരുന്നു ബഷീറിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഗാനം. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. ഭാർഗവീ നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീലവെളിച്ചം. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഭാർഗവീ നിലയം എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം M. വിൻസെന്റ്. M. വിൻസെന്റ് ആയിരുന്നു ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മധു ആയിരുന്നു. ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1964. 1964 ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ പിൽക്കാലത്ത് കുതിരവട്ടം പപ്പു എന്ന പേരിൽ പ്രസിദ്ധനായി. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായകൻ മധുവും നായിക വിജയ നിർമ്മലയുമായിരുന്നു. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് മമ്മൂട്ടിയായിരുന്നു.
മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPAC ലളിത. KPAC ലളിതയായിരുന്നു മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്.